ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ എന്ന് വെച്ചാൽ പല മാറ്റങ്ങളും ഉണ്ടാവും. അപ്പോൾ ആരോട് ആർക്ക് ഏത് സാഹചര്യത്തിൽ പ്രണയം തോന്നാമെന്നോ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഓരോരുത്തരിലും മറ്റൊരാളോട് പ്രണയം തോന്നുന്നത്. പ്രണയത്തിലാവുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നു. എന്നാൽ ചില സ്ത്രീകൾക്കെന്ന് വെച്ചാൽ ചില പുരുഷന്മാരോട് പെട്ടെന്ന് ഇഷ്ടം തോന്നുകയും, അപ്പോൾ ഈ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാനായിട്ട് ആ പുരുഷന്മാരിൽ സ്ത്രീകൾ കണ്ടെത്തുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അവരിലേക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു, അവരുടെ എന്ത് സവിശേഷതകൾ കൊണ്ടാണ് ഇഷ്ടം തോന്നുന്നത് എന്നും ചിലർക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ വിവരിക്കാനാത്തൊരു അനുഭൂതി മറ്റൊരാളോട് തോന്നുകയും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തി, അതുപോലെ തന്നെ നല്ല അടുക്കും ചിട്ടയൊക്കെ വരികയും ചെയ്യുന്നു. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അടിമുടി മാറ്റുക തന്നെ ചെയ്യും, എന്നാൽ തർക്കമില്ല. എന്നാൽ ചിലരിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം, എന്നാൽ ചിലരിൽ അത് നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും. ഏത് തരത്തിലുള്ള പുരുഷന്മാരാണ് ഇതുപോലെ പെട്ടെന്ന് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. മാരോടെന്ന് വെച്ചാൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു പ്രണയം തോന്നുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഇവർ ചിലപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വഴക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഇവരുടെ ബന്ധം തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു മാതിരി എന്താ പറയുക, സിനിമാറ്റിക് രീതിയിലുള്ള പ്രണയങ്ങളായിരിക്കും ഇത്, അമിതമായിട്ട് കലഹിക്കുന്നവരിലേക്ക്. അപ്പോൾ പൊതുവേ ഒരു പറച്ചിലുണ്ട്, അതായത് പുറമേ ദേഷ്യം കാണിക്കുന്നവരിൽ സ്നേഹം കൂടുതലായിരിക്കും എന്നിപ്പോൾ ഒരു പറച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഇങ്ങനെ കലഹിക്കുന്നവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടാറുണ്ട്. അപ്പോൾ സ്ഥിരമായി കലഹിക്കുന്നത് ആവുമെങ്കിലും ഇവരോടുള്ള പ്രണയം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് പല സ്ത്രീകളും തീരുമാനിക്കാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും സ്മാർട്ടായിരിക്കുന്ന പുരുഷന്മാരോട് പൊതുവെ സ്ത്രീകൾക്ക് ആകർഷണം തോന്നാറുണ്ടെന്ന് കരുതുന്നു. ഇവർക്ക് എപ്പോഴും പല കാര്യങ്ങളും ഇവരുടെ സ്മാർട്ട്നെസ് എന്താ പറയുക ഒരു മുതൽക്കൂട്ടായിട്ട് മാറാറുണ്ട്. ഇത്തരം പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് പൊതുവെ ആരാധനയും പ്രണയം തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരോട് പ്രണയം തോന്നുക എന്നുള്ളത് ഒരു സാധാരണ കാഴ്ചയാണ്. ബാഹ്യ സൗന്ദര്യം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രണയത്തിൽ ബാഹ്യ സൗന്ദര്യത്തിൽ വീണ് പോകുന്ന സ്ത്രീകൾ കുറവല്ല. അപ്പോൾ പ്രണയിക്കുന്ന കാലത്ത് പലപ്പോഴും പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഹ്യ സൗന്ദര്യം മാനദണ്ഡമായിട്ട് നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90% സ്ത്രീകളും പുരുഷന്മാരും ബാഹ്യ സൗന്ദര്യത്തിൽ അത്ര വിശ്വസിക്കുന്നവരായിട്ട് കാണപ്പെടുന്നില്ല. അത് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക കഴിവിനും അതുപോലെ തന്നെ സ്വഭാവത്തിനും അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കുമായിരിക്കും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ പ്രണയിക്കുന്നതിൽ സൗന്ദര്യം നോക്കി പ്രണയിക്കുന്നവരും കുറവല്ല. ദീർഘദൂര യാത്രയിലൊക്കെ എന്ന് വെച്ചാൽ കണ്ട് ഇഷ്ടപ്പെട്ട് എന്താ പറയണ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ കണ്ട്, അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ആ വ്യക്തിയോട് പ്രണയം തോന്നുകയും അപ്പോൾ യാത്രയിലുള്ള പെരുമാറ്റം അതുപോലെ മാന്യമായിട്ടുള്ള പെരുമാറ്റമൊക്കെ ആയിരിക്കാം അതിനുള്ള കാരണം. അപ്പോൾ എന്നാൽ സഹയാത്രികനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് സുഖമായിട്ട് കഴിയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. നോട്ടത്തിൽ കണ്ട ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന അതുപോലെയുള്ള പ്രണയം വളർന്നിട്ട് അത് വിവാഹത്തിലേക്കും നല്ലൊരു സന്തോഷകരമായിട്ട് കുടുംബജീവിതത്തിലേക്കും എത്തുന്നതും വിരളമല്ല. ചില വ്യക്തികളെ പലപ്പോഴും പെട്ടെന്നുള്ള സംസാരത്തിൽ, അതായത് അവരുടെ ചിലപ്പോൾ ആകർഷകമായിട്ടുള്ള സംസാരത്തിലൂടെ അതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുകയും അതുവഴി പ്രണയവും വിവാഹവും വിജയകരമായ ദാമ്പത്യവും നയിക്കുന്നവരും വിരളമല്ല. ഇതുകൂടാതെ ഇപ്പം നമ്മുടെ അകന്ന ബന്ധത്തിലുള്ള ഒരാളുമായിട്ട് പ്രണയം ഉണ്ടാവുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടും കാണാറുണ്ട്. ചില സൗഹൃദ കൂട്ടായ്മകളിലൊക്കെ എന്താ പറയുക ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരുന്നാൽ പോലും അവരുടെ സംസാരമായിരിക്കും മുൻപന്തിയിൽ നിൽക്കുക, അല്ലെങ്കിൽ അവരെ ഭയങ്കര ആകർഷണമായ രീതിയിലുള്ളതായിരിക്കും, മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിലായിരിക്കും അവരുടെ സംസാരവും പെരുമാറ്റവും അതുപോലെ നല്ല ബിഹേവ് എല്ലാം കൊണ്ടും അപ്പോൾ എത്ര ഒരു ക്രൗഡിൻ്റെ ഉള്ളിലായാൽ പോലും അവരായിരിക്കും അതിൽ ആകർഷണ കേന്ദ്രം. ഇത്തരത്തിലുള്ള ആകർഷണതകൾ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ഇഷ്ടം തോന്നി ഒരു പ്രണയം തുറന്നു പറയുകയും അതുപോലെ തന്നെ അവർ നല്ലൊരു പ്രണയം തുറന്നു പറഞ്ഞ് ആ ബന്ധം നല്ലൊരു മുന്നോട്ട് കൊണ്ടുപോയി വൈവാഹിക ജീവിതത്തിലേക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്.
അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ആയിരിക്കാം പുരുഷന്മാരിലേക്ക്, ചില ആളുകളിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷണം നേടിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഓരോ വ്യൂവും എനിക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. എന്നും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഓരോ വ്യൂവും എനിക്ക് അത്രയേറെ വിലപ്പെട്ടതാണെന്ന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.